സ്വാഗതം. ഞാൻ ജാസ്മിൻ. അപ്പൊ ഇന്ന് അവന്തികേനെ മലയാളി മങ്കയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഓണം സീരീസിലെ ഈ അടുത്ത വീഡിയോ അക്കുനെ മലയാളി മങ്കയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസും പിന്നെ താഴെ ഒരു വൈറ്റ് സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഹെയർ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഹെയറും സാരി ഡ്രേപ്പിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ ചെയ്യാം അല്ലേ? അറിയോ? ഓക്കെ ബേബി. അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ ആണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നന്നായി ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ടാവണം. ഇന്ന് ഷാംപൂ വാഷ് ചെയ്തതാണെങ്കിൽ അക്കുവിൻ്റെ തലേന്ന് അധികം എണ്ണയൊന്നും പോയിട്ടില്ല കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ ഉണ്ട്. എണ്ണ ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല രസത്തിൽ കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആകുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊണ്ട കെട്ടുന്നില്ലേ, അതാണ് ചെയ്യാൻ പോണേ കേട്ടോ. നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ കെട്ടില്ലേ, ആ ഒരു ഇതാണ് ചെയ്യാൻ പോണേ. ഇതൊരുവിധം എല്ലാ അമ്മമാർക്കും അറിയുന്ന കാര്യമായിരിക്കും മലയാളി മങ്കയായിട്ട് ഒരുക്കാൻ. പക്ഷെ ചിലരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ കെട്ടാൻ എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സൈഡിലൊരു പോണിറ്റെയിലാണ് കെട്ടാൻ പോണത്. അപ്പോൾ ഹെയർ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ നന്നായി ജടയൊക്കെ കളഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ ഒരു ഹെയർ സ്റ്റൈൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മുടി ഇങ്ങനെ സൈഡിലേക്ക് വാരി എടുത്തിട്ട് ഒരു ബണ്ണിട്ട് കിട്ടും. ബണ്ണോ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുട്ടികളുടെ മുടിക്കൊന്നും അത്രയും ഇങ്ങോട്ട് തിക്കും നീളമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം വെക്കും കേട്ടോ. ഈ ഒരു ഹെയർ സ്റ്റൈലിൽ ഇതുണ്ടെങ്കിലേ ശരിയാവുള്ളൂ. വട ഡോണട്ട് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇത് വെച്ചിട്ട് നന്നായി സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ ഇങ്ങനെ യു പിൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഫിക്സ് ചെയ്യുക കേട്ടോ. 1 2 3 ഒക്കെ വെച്ചാൽ മതി. അങ്ങനെ അങ്ങ് ഊരിപ്പോരൊന്നുമില്ല. നമ്മളിത് അവസാനം പിന്നെ ഒന്ന് ടൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഊരിപ്പോരൊന്നുമില്ല. എന്നിട്ട് ഈ ഹെയർ നമ്മൾ ഈ ഡോണട്ട് കാണാത്ത വിധത്തിൽ ഇതേപോലെ കവർ ചെയ്യുക. അതിനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ ഒരു ബാൻഡ് ഇടുക കേട്ടോ. റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ കറുത്ത ചരട് കിട്ടിയാലും മതി. ഞങ്ങളൊക്കെ ഡാൻസിനൊക്കെ കളിക്കുമ്പോൾ കറുത്ത ചരടാണ് സാറ് കെട്ടിത്തരാറ്. അപ്പോൾ അങ്ങനെ കെട്ടുക. അതിനുശേഷം ബാക്കി വരുന്ന ഹെയർ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇതേപോലെ സ്ലൈഡ് കുത്തുക കേട്ടോ. ബാക്കി വരുന്ന എല്ലാ ഹെയറും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ചുറ്റി വയ്ക്കുക, റൗണ്ട് തന്നെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ മുല്ലപ്പൂവാണിത് കേട്ടോ, ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് വെച്ച് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ, ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു നെക്ലേസിൻ്റെ ലോക്കറ്റാണിത് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. എന്ത് വേണമെങ്കിലും, നല്ല ഭംഗിയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഹെയർ കഴിഞ്ഞു. നമ്മളിനി സാരി ഉടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സെറ്റ് മുണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് മുണ്ട് കൊടുക്കാം. അപ്പോൾ മുണ്ട് ചുറ്റുമ്പോൾ നമ്മൾ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് കുട്ടികൾക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് മടക്കിയിട്ട് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് മടക്കിയിട്ട് വേണം കുത്താൻ കേട്ടോ. അപ്പോൾ സ്കേർട്ട് മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ മുണ്ട് ഒരു സൈഡിൽ നിന്ന് മടക്കിയിട്ട് 2 ചുറ്റ് ചുറ്റേണ്ടി വരും. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഡ്രസ്സ് ചെയ്യിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പമാണ് ഓർമ്മ വരിക അല്ലേ? ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഡാൻസിന് തിരുവാതിരയുടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു മുണ്ടൊക്കെ സ്റ്റഫ് ചെയ്ത് വെക്കും, സൈസ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരുവാതിരയൊക്കെ കളിക്കുമ്പോൾ കുറച്ച് സൈസ് വേണമല്ലോ. ഒരു നൊസ്റ്റാൾജിയാണല്ലേ ഓണം എന്ന് പറയുമ്പോൾ. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നമ്മൾ ഉള്ളിലോട്ട് ടക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു 2 ചുറ്റ്, ഒട്ടും വണ്ണമില്ലാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 ചുറ്റ് വേണ്ടി വരും. അടിമുണ്ട്. മേൽമുണ്ട് നമുക്കിങ്ങനെ ഞൊറിഞ്ഞ് ഉടുക്കാം. താഴത്തെ ഒന്ന് 2 ചുറ്റ് ചുറ്റിയിട്ട് ഇതേപോലെ ഈ കസവ് നമുക്ക് വെളിയിൽ കാണുന്ന പോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ടക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു ഗോൾഡൻ കസവ് ഫ്രണ്ടിൽ വരുന്ന വിധത്തിൽ വേണം. ഒന്നുകിൽ സെൻറ്ററിൽ ടക്ക് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ചൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഉള്ളിലോട്ട് ടക്ക് ചെയ്യാം കേട്ടോ. സെൻറ്ററിൽ വെച്ചാലാണ് നമുക്ക് നല്ല കസവ് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ടക്ക് ചെയ്യുക ഉള്ളിലോട്ട്. ഇനി നമുക്ക് മേൽമുണ്ട് ചുറ്റാം. അപ്പോൾ അതിനായിട്ട് വേഷ്ടി, സെറ്റ് മുണ്ടിൻ്റെ വേഷ്ടി ഭാഗം ഉണ്ടല്ലോ, അതെടുക്കുക. അതിൻ്റെ നല്ല വശവും ചീത്തവശവും ഏതാണെങ്കിൽ നോക്കിയിട്ട് ഇതിനും ഫുൾ ലെങ്ത്ത് കിട്ടില്ല കേട്ടോ. ഹൈറ്റ് കുറവുള്ള കുട്ടികളാകുമ്പോൾ ഇതിനും മടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങുക. എന്നിട്ട് ചുറ്റി വരുമ്പോൾ ഇങ്ങനെ കയറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ചെസ്റ്റ് വരെ എത്തില്ല. അപ്പോൾ താഴെ നമ്മളൊരു പിൻ ചെയ്തിട്ട്
സെക്യൂർ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളല്ലേ നടക്കുമ്പോഴൊക്കെ ഊരിപ്പോവും. അപ്പോൾ കാലകത്തി വെച്ചിട്ട് ആക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് നടക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചുറ്റിയാലും മതി. എന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ളത് ഞൊറിഞ്ഞു കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സെറ്റ് മുണ്ടിനൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. ഈ ഗോൾഡൻ കര കാണുന്ന വിധത്തിൽ ഇങ്ങനെ ഞൊറിഞ്ഞിട്ട്, സാരിയൊക്കെ പ്ലീറ്റ്സ് ഞൊറിയുന്ന പോലെ തന്നെ ഞൊറിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ടക്ക് ചെയ്യുക. എന്നിട്ട് അവിടെയും കൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, സംഭവം ഈസിയാണ്. പക്ഷെ കുട്ടികൾ നിന്ന് തരാൻ ഇച്ചിരി പാടാന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അക്കു ആയാലും ഞാനായാലും ഇങ്ങനെ വിയർത്തൊലിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെ പിൻ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോവില്ല, അല്ലെങ്കിൽ നമ്മളെ മുണ്ട് ഇങ്ങനെ താഴ്ന്നു പോവും. അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, സ്കേർട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ചെസ്റ്റിൻ്റെ അവിടേക്ക് സ്കേർട്ട് കയറ്റി വെച്ചിട്ട് അവിടേക്ക് ടക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുത്താണ് നല്ലത്. ഇതുപോലെ താഴെയും കൂടെ ഒന്ന് പിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഗോൾഡൻ കസവ് ഇങ്ങനെ മാറി മാറി പോവില്ല കേട്ടോ, കുട്ടികളൊക്കെ നടക്കുമ്പോഴേ. അപ്പോൾ ഇനി ഉടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി അലങ്കാരങ്ങളാണ് കേട്ടോ. ഇത് അരപ്പട്ടയാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മങ്ക റെഡി.